ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ 28 എണ്ണം കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. നാശനഷ്ടം കണക്കാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികളുടെ വലകളിൽ മത്സ്യങ്ങൾക്കൊപ്പം തോട്ടണ്ടിയും ലഭിച്ചു. കടൽ ഭിത്തികൾ തകർന്നതിന്റെ വിവരങ്ങൾ ഇറിഗേഷൻ വകുപ്പും, മീൻവല തകർന്നുപോയ അനുബന്ധ ഉപകരണങ്ങളുടെ വിവരങ്ങൾ ഫിഷറീസ് വകുപ്പും, സ്വകാര്യ വ്യക്തികൾക്കുണ്ടായ നഷ്ടങ്ങൾ കണക്കാക്കാൻ വില്ലേജ് ഓഫീസർമാരെയും ചുമതലപ്പെടുത്തി. അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കണ്ടെത്താനായിട്ടില്ല. 44 കണ്ടെയ്നറുകളാണ് കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് പരിധിയിലെത്തിയത്. 28 എണ്ണം ശൂന്യമായിരുന്നു. 4 കണ്ടെയ്നറുകളിലെ സാമഗ്രികൾ പരിശോധിക്കുന്നു. ബാക്കിയുള്ളവയിൽ ഗ്രീൻ ടീ, ന്യൂസ് പ്രിന്റുകൾ, ക്രാഫ്റ്റ് പേപ്പർ, പ്ലാസ്റ്റിക് ഗ്രാന്യൂലുകൾ തുടങ്ങിയവയാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഒഴുക്കുതോട്, തിരുവല്ലവാരം, കാപ്പിൽ ബീച്ച്, നീണ്ടകര കേന്ദ്രീകരിച്ചാണ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ആത്മമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സംഘമാണ് കണ്ടെയ്നറുകൾ വന്നറിഞ്ഞ തീരപ്രദേശങ്ങൾ ശുചീകരിക്കുന്നത്. മുണ്ടക്കൽ മുതൽ താന്നി വരെയുള്ള ഭാഗത്തെ പ്ലാസ്റ്റിക് തരികൾ നീക്കി. ശക്തികുളങ്ങര ഭാഗത്തുണ്ടായ മറ്റു മാലിന്യങ്ങളും മാറ്റുന്നു. തുടർ പരിശോധനയ്ക്കായി മലിനീകരണ നിയന്ത്രണ ബോർഡ് സാമ്പിളുകളും ശേഖരിക്കുന്നു. എണ്ണപ്പാട കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സഹകരണത്തോടെ ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പരിശീലനവും നൽകി. MERC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം. അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ വലകളിൽ മത്സ്യങ്ങൾക്കൊപ്പം തോട്ടണ്ടിയും ലഭിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ADMG നിർമ്മൽകുമാർ, സബ് കളക്ടർ നിശാന്ത് നികാര, ജില്ലാതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.